ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് IFTWC റിപ്പോർട്ടറായ രജിൻ ടീറ്റീസ് പുറത്തുവിട്ടുള്ള അപ്ഡേറ്റിലേക്ക് നമ്മൾ വരുന്നു. അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ള അപ്ഡേറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിലെ ഹെഡ് കോച്ചിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിലെ ആരാധകർ. ഇപ്പോൾ അതിനെ സംബന്ധിച്ച് രജിൻ ടീറ്റീസ് പുറത്തുവിട്ടിട്ടുള്ള അപ്ഡേറ്റിൽ പറയുന്നു, കേരള ബ്ലാസ്റ്റേഴ്സ് ISL എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പരിശീലകരാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സെർജിയോ ലൊബേറയും അന്റോണിയോ സബാസിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ഓഫർ കൊടുത്തെങ്കിലും ഇവരൊക്കെ ബ്ലാസ്റ്റേഴ്സിലെ ഓഫർ റിജക്റ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് രജിൻ ടീറ്റീസ് പുറത്തുവിട്ടുള്ള അപ്ഡേറ്റിൽ പറയുന്നത്. പിന്നീട് ഹൈദരാബാദ് FC പരിശീലകനായിട്ടുള്ള താപ്പോയ് സിംഗയുമായി ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തിയുള്ള അപ്ഡേറ്റ് രജിൻ ടീറ്റീസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റാണ് രജിൻ ടീറ്റീസ് നൽകിയിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ഹെഡ് കോച്ചിങ് സ്ഥാനത്തേക്കല്ല ഹൈദരാബാദ് FC പരിശീലകനായുള്ള താപ്പോയ് സിംഗയെ കൊണ്ടുവരാനായി ശ്രമിച്ചത്. ടീമിൻ്റെ ടെക്നിക്കൽ ഡയറക്ടർ പൊസിഷനിലേക്കാണ് താപ്പോയ് സിംഗയെ കൊണ്ടുവരാനായി ശ്രമിച്ചത്. പക്ഷേ അദ്ദേഹവും ബ്ലാസ്റ്റേഴ്സിലെ ഓഫർ റിജക്റ്റ് ചെയ്ത പോലെയാണുള്ളതെന്നാണ് താപ്പോയ് സിംഗയെ കുറിച്ചുള്ള അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുള്ളത്. അദ്ദേഹവും ബ്ലാസ്റ്റേഴ്സിലെ ടെക്നിക്കൽ ഡയറക്ടർ പൊസിഷനിലേക്ക് വരാൻ സാധ്യതയില്ല എന്നാണ് അപ്ഡേറ്റായി പുറത്തുവിട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിലെ ഒരുപാട് പൊസിഷനുകളിൽ വേക്കൻ്റായി കിടക്കുകയാണ്. ഹെഡ് കോച്ചിങ് സ്ഥാനത്ത് പുതിയ കോച്ച് ഒരാളുണ്ട്. അതേപോലെ തന്നെ മാച്ച് അനലിസ്റ്റ് ഇല്ല. ടീമിൻ്റെ സ്കൗട്ടിങ് ടീമിൽ ഒരു കോച്ച് പോയിട്ടുണ്ടായിരുന്നു. ഏതായാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഈ പൊസിഷനിലേക്കൊക്കെ പുതിയ പുതിയ ആൾക്കാർ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും അധികം വൈകാതെ പുതിയ ഹെഡ് കോച്ചിൻ്റെ കാര്യത്തിൽ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.